ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവുകയാണേ. നാട്ടിൽ പോകുന്ന വിശേഷങ്ങൾ കാണാം. അംബാലയിൽ നിന്ന് ട്രെയിനിലാണ് പയ്യന്നൂർ വരെ പോകുന്നത്. അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ്സിൽ. അങ്ങനെ രാവിലെ 10:20 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അംബാല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞായറാഴ്ച രാവിലെ 10:20 ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ഇനി ചൊവ്വാഴ്ച പുലർച്ചെ 1:30 കണ്ണൂരിലെത്തുക. പയ്യന്നൂർ സ്റ്റോപ്പില്ല. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ട്രെയിനിൻ്റെ അകത്ത് കയറി നമുക്ക് ട്രെയിനിൽ നിന്നുള്ള വിശേഷങ്ങൾ കാണാമേ. ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കിന് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. ഓൾമോസ്റ്റ് എല്ലാ ട്രെയിൻ യാത്രയിലും എനിക്ക് ഹനിയുടെ കൂടെ കളിക്കാൻ പാകത്തിലൊരു ഫ്രണ്ടിനെ കിട്ടാറുണ്ട്. കുറച്ച് സമയം ഹനി ആ കൊച്ചിൻ്റെ കൂടെ കളിച്ചു. ഇപ്പോൾ ഇത് ട്രെയിൻ എടുത്തിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി 10:05 ആയപ്പോഴത്തേക്കും ട്രെയിനിൽ കയറി. 10:20 ആയപ്പോഴത്തേക്ക് എക്സാക്ട്ലി ട്രെയിൻ പുറപ്പെട്ടു. ഇത് ഷഹബാദ് മാർക്കണ്ട എന്നുള്ള സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പില്ല, അമ്പലം കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ്. ഈ മാർക്കണ്ടയാണ് പ്രസിദ്ധമായ മാർക്കണ്ഡേയ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അംബാലയും മാർക്കണ്ടയും കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അംബാലയുടെ ഔട്ട്സ്കേർട്സാണ്. ആക്ച്വലി മുഴുവൻ കൃഷിപ്പാടങ്ങളാണ്. കണ്ടോ, ഇതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ്. ഇപ്പോൾ വളഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. പൂത്തിരിക്കുകയാണ്. യെല്ലോ കളറിൽ കാണുന്നത് മുഴുവൻ ഗോതമ്പ് കടുക് പൂത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ സീസണിൽ കൃഷി വരുന്നത് കടുകാണ്. പിന്നെ ഇതേ പച്ച കളറിൽ കാണുന്നത് മുഴുവൻ ഗോതമ്പാണ്. ഗോതമ്പും വളർന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ ആയിട്ടില്ല. അതിപ്പോൾ വിത്തിട്ടിട്ട് വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കുരുക്ഷേത്ര സ്റ്റേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആക്ച്വലി ഇത്തിരി വലിയ സ്റ്റേഷനാണ്. പക്ഷേ ഈ ട്രെയിനിന് അവിടെ സ്റ്റോപ്പില്ല. അപ്പം നിങ്ങൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലമാണ് കുരുക്ഷേത്ര. അപ്പോൾ ഇതും അതിന് ബന്ധപ്പെട്ട പരിസരങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും അതേപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഞാനീ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് അവളുടെ ട്രെയിനിൽ കിട്ടിയ പുതിയ ഫ്രണ്ടിൻ്റെ കൂടെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്മിക്ക എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അവർ സൂറത്ത് പോവാണ്. അമൃത്സറിലുള്ളവരാണ്. അമൃത്സറിൽ നിന്ന് സൂറത്ത് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഹരിയാന കഴിഞ്ഞ് ഡൽഹി അടുക്കാറായി. ആ കാണുന്നതൊക്കെ പാം ട്രീസാണ്, ഈന്തപ്പനകൾ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡൽഹി സദർ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായേ. ഞങ്ങളത് ഡൽഹി സദർ ബസാർ സ്റ്റേഷനിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ന്യൂഡൽഹിയാണ്. അങ്ങനെ ഞങ്ങൾ ഹരിയാന കഴിഞ്ഞ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിച്ച്, ഞങ്ങൾക്ക് ലഞ്ച് ഞങ്ങളുടെ ഫ്രണ്ട് ഒരു ചേച്ചി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ ഇത്തിരി നേരം കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ട്രെയിൻ ഹരിയാനയും ന്യൂഡൽഹിയും കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ള സ്റ്റേഷൻ രാജസ്ഥാനിലെ കോട്ടയാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ കൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് രാജസ്ഥാനിലെത്തിയപ്പോഴത്തേക്കും ഭൂപ്രകൃതി തന്നെ മൊത്തത്തിൽ മാറിയിട്ട് സ്ട്രക്ചർ തന്നെ മാറി സ്ഥലത്തിൻ്റെ. ഇതൊക്കെ ഇപ്പം ഞങ്ങൾ രാജസ്ഥാനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇവിടെയും ഗോതമ്പും കടുകും ഒക്കെ കൃഷിയുണ്ട്. ഇത് ദൂരെ കാണുന്നതൊക്കെ പേരയ്ക്കയുടെ തോട്ടമാണ്. നിറയെ വിളഞ്ഞ പേരയ്ക്കകൾ പാകമായിട്ട് നിൽപ്പുണ്ട് അതിനകത്ത്. കുറേ ദൂരത്തേക്ക് നമുക്ക് ഈ പേരക്കത്തോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കോട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:15 എത്തേണ്ടതായിരുന്നു. ഒരു 45 മിനിറ്റ്സ് ലേറ്റായി. 6 മണിക്ക് എത്തേണ്ടതായിരുന്നു. 45 മിനിറ്റ്സ് ലേറ്റായി. 6:45 ആയപ്പോഴാണ് എത്തിയത്. ഇന്ത്യയുടെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേഷനാണ് കോട്ട ജംഗ്ഷന്.
അവിടെ ഒരു 15 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ കോട്ട ജംഗ്ഷനിൽ നിന്ന് എടുത്തു. ഞങ്ങൾ ഇപ്പോൾ 7 മണിയൊക്കെ ആയി ഏതാണ്ട്. 8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഡിന്നറും ഞങ്ങൾക്ക് ചേച്ചി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹനി കുറച്ച് നേരം കുട്ടികളുടെ കൂടെ കളിച്ചു. ഹനി ഹനി പ്ലീസ്. But the water is very low. He put some thorns into the pot. The water came up. The crow gathered the water and threw it. अब दूसरी डिश बनाएंगे। उनको कौन सी आती है? आपको कौन सी पसंद आती है? दो बड़ी आती है। सुनाओ फिर। അങ്ങനെ ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും ഇന്നത്തെ ലാസ്റ്റ് സ്റ്റേഷനായ രത്ലം ജംഗ്ഷനിലെത്തി. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാളെ രാവിലെ 1:15 വഡോദര ജംഗ്ഷനിലാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് സ്റ്റേഷനാണ് രത്ലം ജംഗ്ഷൻ. അവിടെ 10 മിനിറ്റ്സ് ഹോൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ട്രെയിൻ എടുത്തു. ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേക്കും ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആയി. ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.